അടുത്ത് വരികയാണ്. ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായിട്ട് താങ്കൾ മത്സരിക്കുന്നത് എന്താണ് തോന്നുന്നത്? മൊത്തത്തിൽ പേരാവുന്ന ഒരു അവസ്ഥ എന്താണ്? ഇവിടെ നമുക്ക് ആദ്യമായുള്ളൊരു വിഷയം വന്യമൃഗങ്ങളുടെ വിഷയമാണ്. അത് വളരെ കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതിനോ അതിനെ നിയന്ത്രിക്കുന്നതിനോ ഇപ്പോൾ ഒരു പാർട്ടിക്കും കഴിഞ്ഞിട്ടുള്ളതെന്ന് സത്യം. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള നമ്മുടെ യുവതലമുറയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നാട് വിട്ടു പോകുന്ന ഒരു ശൈലിയാണുള്ളത്. മെഡിക്കൽ രംഗങ്ങൾ, ആളുകൾ നടത്തുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഒരു അറുതി വരുത്തണം. എല്ലാം നന്മയുടെ രാഷ്ട്രീയമായ ആം ആദ്മി പാർട്ടി നന്മയുടെ വഴിയെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റലുകളുടെ നല്ലൊരു അഴിമതിരഹിതമായിട്ട് ഒരു ഭരണം കൊണ്ടുവരാനാണ് ഒരു മെട്രോ ആം ആദ്മി പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുന്ന രാഷ്ട്രീയം. അതിലൂടെ ജനങ്ങൾക്ക് ഇപ്പോൾ നന്മ കിട്ടുക. ഡൽഹിയിലും മറ്റും ചെയ്തിരിക്കുന്ന പോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കുടിവെള്ളവും ഗതാഗത സൗകര്യങ്ങളും എല്ലാം സൗജന്യമായി കൊടുത്തുകൊണ്ട്, അതുപോലെ വൈദ്യുതി സൗജന്യമായി കൊടുത്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് നമുക്ക് തന്നെ അത് തിരിച്ചു നൽകിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ഡൽഹിയും പഞ്ചാബിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഭരണം നമ്മുടെ നാട്ടിലും വരണമെന്നാണ് നമ്മൾ അതുപോലെ ആഗ്രഹം. ഇങ്ങനെ പര്യടനം നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് പ്രതികരണങ്ങൾ? എല്ലാവരും പോസിറ്റീവാണ് പ്രതികരിക്കുന്നത്. ഒരാൾ പോലും ഒരു നെഗറ്റീവ് ഇല്ല, എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. പിന്നെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ അവരുടെ കൂടെ പോയി വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ പരമ്പരാഗത അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടി ഇവിടെ ഒരു പുതിയൊരു ആശയമാണ്. അപ്പോൾ അതിനെ എല്ലാവരും പൂർണ്ണമായും സ്വാഗതം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. എല്ലായിടത്തും വളരെ പോസിറ്റീവായിട്ട് പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ലൊരു മുന്നേറ്റം തീർച്ചയായിട്ടും താങ്ക് യു. ഈ ആളുകൾക്ക് സൗജന്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ നികുതി പണം മിച്ചമാണ്. നമ്മുടെ അഴിമതിയിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന പണം ഈ ടാക്സ് കൊടുക്കുന്ന ജനങ്ങൾക്ക് തന്നെ മടക്കി കൊടുക്കുന്ന ആ സിസ്റ്റം, അതാണ് ഈ സൗജന്യം എന്ന് പറയുന്നത്. അല്ലാതെ ഖജനാവിനെ കൊള്ളയടിക്കുന്നതല്ല. ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ആം ആദ്മിയുടെ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കിയേ മതിയാവും.